ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കേരളത്തിലും സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പൂർത്തിയാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. രാജ്യത്തെ ആശുപത്രികളിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക പോരാട്ടം അല്പസമയത്തിനകം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയിലേക്ക് 7 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുക. ആദ്യ ഫലസൂചനകൾ 8:30 പുറത്തുവരും. രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 19 ആരംഭിച്ച് ജൂൺ 1 വരെ 7 ഘട്ടങ്ങളായാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി കേരളത്തിൽ 20 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കുവാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. എല്ലാ റൌണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം വിവിപാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സായുധ പോലീസ് സേനയുടെ ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറും സിസിടിവി കവറേജും ഓരോ കൌണ്ടിംഗ് ടേബിളിലും മൈക്രോ ഒബ്സർവർ സംവിധാനവും ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ 64.2 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. 31.2 കോടി വനിതാ വോട്ടർമാരാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് ലോകത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണെന്ന് വ്യക്തമാക്കിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായ എല്ലാ സ്ത്രീകൾക്കും നന്ദി അറിയിച്ചു. There are 312 million proud women voters. This is also the highest ever in the world. We must celebrate and we want to give them a standing ovation to all our voters by this. I would ask all of you to join and these are all our voters. So we thank you all. We salute all our voters, all our women voters who have really come and voted in this election. 68,000 നിരീക്ഷണ സംഘങ്ങളും 1.5 കോടി സുരക്ഷാ പോളിംഗ് ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നെന്നും വലിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട 495 പരാതികളിൽ 90% തീർപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ടെന്നും ശ്രീ രാജീവ് കുമാർ പറഞ്ഞു. ജമ്മുകശ്മീരിൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. results.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഫലം തത്സമയം ലഭ്യമാവുക. ഓരോ റൌണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ലഭ്യമാക്കുന്ന ഫലമാണ് വെബ്സൈറ്റിൽ അതത് സമയം ലഭിക്കുക. ഇത്തരത്തിൽ ആദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും നിന്നുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭ്യമാക്കുന്നത്. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും തത്സമയ വിവരം ലഭ്യമാക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നാളെ നടക്കും. ആന്ധ്രാപ്രദേശിലെ 175 മണ്ഡലങ്ങളിലേക്കും ഒഡീഷയിലെ 147 സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസും TDP, BJP, JSP സഖ്യവും കോൺഗ്രസ് ഇടത് സഖ്യവും തമ്മിലാണ് മത്സരം. ഒഡീഷയിൽ ബിജു ജനതാദളും BJPയും കോൺഗ്രസ്, ആം ആദ്മി ഇടതു പാർട്ടികളും മത്സരരംഗത്തുണ്ട്. കർണാടക നിയമസഭാ കൌൺസിലിലെ 6 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. ബിരുദധാരികൾക്കും അധ്യാപകർക്കും മാത്രം വോട്ട് ചെയ്യാനാവുന്ന 3 വീതം സീറ്റുകളിലേക്ക് രാവിലെ 8-നാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ മാസം 6-നാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ ബരാസത്ത്, മധുരാപൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ 2 ബൂത്തുകളിലെ റീപോളിംഗ് ഇന്ന് സമാധാനപരമായി അവസാനിച്ചു. കേന്ദ്ര സായുധ പോലീസ് സേനകളുടെ സാന്നിധ്യത്തിൽ കനത്ത സുരക്ഷയാണ് വോട്ടെടുപ്പിന് ഒരുക്കിയിരുന്നത്.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ ആരോപണത്തിൽ വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആരോപണത്തിന്റെ വസ്തുതാപരമായ അടിസ്ഥാനം സഹിതം ഇന്ന് വൈകിട്ട് 7-നകം മറുപടി നൽകണമെന്ന് കമ്മീഷൻ ജയറാം രമേശിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടെണ്ണലിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി 150 ജില്ലാ മജിസ്ട്രേറ്റുമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായാണ് കോൺഗ്രസ് നേതാവ് ആരോപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുന്നോടിയായി ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട പാർട്ടി തയ്യാറെടുപ്പുകൾ യോഗം ചർച്ച ചെയ്തു. കേന്ദ്രമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ, പാർട്ടി ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ്, വിനോദ് താവ്ഡെ എന്നിവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വോട്ടെണ്ണലിനോട് അനുബന്ധിച്ച് നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ജനങ്ങളിലേക്ക്. ആകാശവാണി ദിനവും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾക്ക് പുറമെ വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ ഉൾപ്പെടുത്തി നാളെ രാവിലെ 8:30 മുതൽ അരമണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ ഇടവിട്ടും പ്രത്യേക ബുള്ളറ്റിനുകളിലൂടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ആകാശവാണിയിൽ ലഭ്യമാകും. വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടികളും ആകാശവാണിയിലൂടെ കേൾക്കാവുന്നതാണ്. 21ാം നൂറ്റാണ്ടിൽ ലോകം വലിയ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യയെ ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഭരണ മാതൃക ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾക്കും മാതൃകയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ ചിന്തകൾ കത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. 25 കോടി ജനങ്ങളെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചത് മികച്ച നേട്ടമായി കരുതുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കലൈഞ്ചർ കരുണാനിധിയുടെ 100ാം ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. തന്റെ നീണ്ട പൊതുജീവിതത്തിൽ കരുണാനിധി തമിഴ്നാടിന്റെയും തമിഴ് ജനതയുടെയും വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമ സന്ദേശത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം പരക്കെ ബഹുമാനിക്കപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആശുപത്രികളിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അടുത്തിടെ ചിലയിടങ്ങളിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ആരോഗ്യ പരിപാലന സംഘടനകൾ എന്നിവയുമായി മന്ത്രാലയം ചർച്ച നടത്തിയിരുന്നു. ശക്തമായ അഗ്നിസുരക്ഷാ മാർഗ്ഗങ്ങൾ പിന്തുടരുകയും അഗ്നിശമന രക്ഷാ പ്രവർത്തനങ്ങളുടെ പരിശീലനങ്ങൾ പതിവായി നടത്തുകയും ചെയ്യുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക പോരാട്ടം അല്പസമയത്തിനകം. രാവിലെ നടന്ന മത്സരത്തിൽ ഒമാനെതിരെ നമീബിയയ്ക്ക് 11 റൺസ് വിജയം. മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടെങ്കിലും നമീബിയ ഉയർത്തിയ വിജയലക്ഷ്യം മറികടക്കാൻ ഒമാന് സാധിച്ചില്ല. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം സിംഗിൾസിൽ കാർലോസ് അൽക്കരാസ്, ദിമിത്രോവ്, സിന്നർ എന്നിവർ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വനിതാ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ഇഗ ഷ്വാറ്റക് ക്വാർട്ടറിൽ കടന്നു. ആര്യന സബലെങ്ക, കോക്കോ ഗഫ്, ഒൻസ് ജാബർ എന്നീ മുൻനിര താരങ്ങളും ക്വാർട്ടറിൽ പ്രവേശിച്ചു. കേരളത്തിൽ മഴ തുടരും. ഇന്ന് എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 മുതൽ 7-ാം തീയതി വരെ മീൻപിടുത്തത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകട മരണങ്ങളിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി. രാവിലെ പെരുമാതുറയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ തുടർന്ന് അഞ്ചുതെങ്ങ് പെരുമാതുറ തീരദേശ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മത്സ്യത്തൊഴിലാളി നേതാക്കളെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കേരളത്തിലും സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പൂർത്തിയാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. രാജ്യത്തെ ആശുപത്രികളിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക പോരാട്ടം അല്പസമയത്തിനകം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.